മത്സരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത പ്ലെയർ അത് അൻവർ അലി തന്നെയായിരുന്നു. ഈസ് ദർ എനിത്തിങ് ദിസ് മാൻ കനോട്ട് ഡു? ഐ മീൻ, ഒരു സെന്റർ ബാക്ക് എന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ. ബാക്കിൽ നിന്നും ബോൾ ഡ്രിബിൾ ചെയ്തുകൊണ്ട് വരാം, ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കളിക്കാം, നല്ലോണം ടാക്കിൾ ചെയ്യാം, നല്ല എക്സലന്റ് പൊസിഷനിങ് ആണ്, ഗെയിം റീഡിങ് അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ മോസ്റ്റ് കംപ്ലീറ്റ് സെന്റർ ബാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ അൻവർ അലിയെ വിളിച്ചുകൂടെ? അതാണ് എന്റെ ചോദ്യം. ഈ ഒരു മത്സരത്തിൽ ആദ്യം തന്നെ ഇഷാൻ പണ്ഡിതയിൽ ആ ഒരു ടാക്കിൾ നമ്മൾ കണ്ടിരുന്നു. പെർഫെക്റ്റ്ലി ടൈംഡ്. ആ ഒരു എക്സിക്യൂഷൻ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു പെനൽറ്റി എന്തായാലും ഈസ്റ്റ് ബംഗാൾ കൺസീഡ് ചെയ്തേനെ. അത് മാത്രമല്ല, പലപ്പോഴും ക്രോസുകൾ വന്നപ്പോഴും കറക്റ്റ് അവിടെ വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഗെയിം റീഡിങ് അൻവർ അലി ഈ മത്സരത്തിൽ കാണിച്ചു. തീർച്ചയായിട്ടും ആ ഒരു ഡിഫൻസിൽ അൻവർ അലി ഉണ്ട് എന്നുള്ളത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇൻഷുറൻസ് പോളിസി പോലെയാണ്. നമ്മൾ എപ്പോഴും ഈസ്റ്റ് ബംഗാളിന്റെ അറ്റാക്കിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആ അറ്റാക്ക് ഫോം ചെയ്യുന്ന ആ ഒരു ബേസ്, അവിടെയാണ് അൻവർ അലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അൻവർ അലിയും ജീക്സണും തമ്മിൽ ആ ഒരു പുതിയ സെന്റർ ബാക്ക് പാർട്ണർഷിപ്പ് വളരെ നല്ലോണം വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മത്സരത്തിലും അവസരങ്ങൾ കിട്ടിയപ്പോൾ എപ്പോഴും അൻവർ അലി മുന്നോട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് നല്ല നല്ല പാസുകൾ കളിക്കാൻ ശ്രമിച്ചു. ഒന്ന് രണ്ട് വളരെ മികച്ച പാസുകൾ ഉണ്ടായിരുന്നു. അത് ഈ ഒരു മത്സരത്തിലെ കാഴ്ച മാത്രമല്ല, കഴിഞ്ഞ 3-4 മത്സരങ്ങളിൽ, അതായത് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ ആയാലും ആ എഡ്മണ്ട് നൽകിയ ഒരു എസജാരിക്ക് നൽകിയ ഒരു പാസ് ഉണ്ടല്ലോ, അതിന് മുമ്പായിട്ട് ആ എഡ്മണ്ടിനെ റിലീസ് ചെയ്ത ബോള് ആക്ച്വലി അൻവർ അലിയുടെയാണ്. ഡിഫൻസിൽ നിന്നുള്ളൊരു പാസ്സാണ്. ഒരു മോഡേൺ സെന്റർ ബാക്കിന് വേണ്ട എല്ലാത്തരം ക്വാളിറ്റികളും ഉള്ള ഒരു പ്ലെയർ ആണ്. ഒരു പക്ഷേ ഈസ്റ്റ് ബംഗാളിന്റെ ഇതിനു മുമ്പുള്ള പല മത്സരങ്ങളിലും ചില അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഒരുപാട് ഷൈൻ ചെയ്തതുകൊണ്ട് മേ ബി അൻവർ അലിനെ അങ്ങനെ ഒരുപാട് ആരും നോട്ടീസ് ചെയ്ത് കാണില്ല. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ചില നിമിഷങ്ങളിൽ ഒരു പ്രഷറൊക്കെ ഫേസ് ചെയ്തപ്പോൾ അൻവർ അലിയുടെ ആ ഒരു ക്വാളിറ്റി ശരിക്കും ത്രൂ ഔട്ട് ഷൈൻ ചെയ്തു. പലപ്പോഴും ഇങ്ങനത്തെ പെർഫോമൻസുകൾ കാണുമ്പോൾ അൻവർ അലി കടന്നുപോയ വഴികളും ആ കണ്ടീഷനുകളെ കുറിച്ചും ഒക്കെ നമ്മൾ ഇടയ്ക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിലെ ഹയസ്റ്റ് ലെവലിൽ ഇമാതിരി പെർഫോമൻസ് ഈ പ്ലെയർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് ചില്ലറ മെന്റാലിറ്റി ഒന്നും പോരാ. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ ടീമിനും ഈസ്റ്റ് ബംഗാളിനും വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒരു വലിയ ലീഡറായി തന്നെ ഈ പ്ലെയർ മാറും.